പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഷജീർ പഴയന്നൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് ഐക്യരപ്പടി മലബാർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വൃദ്ധസദനത്തിലാണ്. ഞങ്ങളിവിടെ NCFK എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രോഗ്രാമായിട്ടാണ് ഇവിടെയുള്ള അമ്മമാർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിക്കൊണ്ട് ഞങ്ങളൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യമായിട്ട് വന്നപ്പോഴാണ് ഇവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർക്ക് വേണ്ടിയിട്ട് ഒരു 70 സെൻറ്റ് സ്ഥലം ഒരു വ്യക്തി കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രം ഒരു 7 ലക്ഷം രൂപയുടെ ചിലവ് ഇവർക്കുണ്ട്. ഇവരിപ്പോൾ വാടക ക്വാർട്ടേഴ്സിലാണ് ഈ അമ്മമാരുമായിട്ട് താമസിക്കുന്നത്. ഏകദേശം ഒരു മാസം 25,000 രൂപ വാടക ഉണ്ട്. അതേപോലെ കറണ്ട് ബില്ലും കാര്യങ്ങളായിട്ട് കുറേ അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഏകദേശം 25ഓളം അമ്മമാർ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ വ്യക്തമായി കണ്ട് മനസ്സിലാക്കി. അതേപോലെ തന്നെ ഇതിൻ്റെ A to Z കാര്യങ്ങൾ ജലീൽക്കാണെങ്കിലും മുഹമ്മദ്ക്കാണെങ്കിലും അസീസ്ക്കാണെങ്കിലും ഒക്കെ ഞങ്ങൾ സംസാരിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായതുകൊണ്ട്, ഒരു മനുഷ്യത്വമുള്ളൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് ജാതി മത രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ ജനങ്ങളും, ഈ വീഡിയോ കാണുന്ന മുഴുവൻ പ്രവാസികളോടും നല്ലവരായ മലയാളികളോടൊക്കെ പറയാനുള്ളത്, ഈ അമ്മമാർക്ക് സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു അനാഥ മന്ദിരം നിങ്ങളെല്ലാവരും കൂടി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ, ഞാനിതിൽ മലബാർ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും അതിൻ്റെ QR കോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്, നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് ഒരു 100 രൂപയാണെങ്കിലോ നിങ്ങൾക്ക് എന്തൊക്കെ രീതിക്ക് ഈ ഒരു മലബാർ ചാരിറ്റബിൾ ഫൗണ്ടേഷന് വേണ്ടി എന്തൊക്കെ രീതിക്കുള്ള സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും നിങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കണം. ബാക്കിയുള്ളത് ഇതിനോട് ബന്ധപ്പെട്ട ജലീൽക്കയും അതേപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട ആളുകളും നിങ്ങളുടെ മുമ്പിൽ പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ മലബാർ റീഹാബിലിറ്റേഷൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. പിന്നെ നമ്മുടെ ഈ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 70 സെൻറ്റ് സ്ഥലം എടുത്തിട്ടുണ്ട്. അതിൽ 7 ലക്ഷം രൂപ ഇനി കൊടുക്കാനുണ്ട്. ആ 7 ലക്ഷം രൂപയും അതോടൊപ്പം 1,64,000 രൂപ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫീസും വരാനുണ്ട്. അതും കൂടി കിട്ടിയാൽ മാത്രമേ നമുക്ക് രജിസ്ട്രേഷൻ നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഈ സ്ഥാപനത്തിൻ്റെ പള്ളി, അതുപോലെ ചർച്ച്, അമ്പലം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാൾ 10 ലക്ഷം രൂപ തരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 23 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 7 ലക്ഷം രൂപയാണ്. സുമനസ്സുകളായ എല്ലാവരും നമ്മളെ ഒന്ന് സഹായിക്കണം. ഇതിന് വാടക 25,000 രൂപ ഉണ്ട്. ആ 25,000 രൂപ 2 മാസത്തേത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ശമ്പളം, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് 1,40,000 രൂപയോളം ഒരു മാസം നമുക്ക് ചിലവുണ്ട്. അത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം നമുക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ സീന ഐക്യരപ്പടി. ഞാനിപ്പോൾ ഉള്ളത് മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വൃദ്ധസദനത്തിലാണുള്ളത്. എൻ്റെ നാട്ടിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. 5 വർഷമായി ജലീൽക്ക ഈ അമ്മമാരുമായിട്ട് വളരെ കഷ്ടതയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്. ഇവർക്ക് സ്ഥലത്തിൻ്റെ പുറമെ ഒരു കെട്ടിടവും ആവശ്യമുണ്ട്. ഈ അമ്മമാർക്ക് വാടക ഇവർക്ക് കൊടുക്കാൻ കഴിയാതൊക്കെ വളരെയധികം പ്രയാസപ്പെടുകയാണ്. സുമനസ്സുകളായ എൻ്റെ നല്ലവരായ പ്രവാസികളും എൻ്റെ നാട്ടുകാരും എല്ലാവരും, എൻ്റെ സുഹൃത്തുക്കളും ഇവർക്ക് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം. 7 ലക്ഷം രൂപ ആ സ്ഥലത്തിന് തന്നെ വേണം. ജലീൽക്ക് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ പുറമെ നല്ല മനസ്സിൻ്റെ ഉടമകൾ ഇവർക്ക് അതിലേക്ക് ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയത്തോട് കൂടിയിട്ട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജലീൽക്കയും സജീറും പറഞ്ഞതുപോലെ ഈ സംഗതി ക്ലിയർ ചെയ്യാൻ വേണ്ടി 7 ലക്ഷം രൂപയോളം നമുക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. ഇനി അതിനെല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണം. പ്രിയമുള്ളവരെ, ഒറ്റ കാര്യമേ നമുക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളൂ. ഈ അമ്മമാരെ നിങ്ങൾ കൈവിടരുത്. കാരണം വേറെ ആരും ഇവർക്കില്ല. ഈ അമ്മമാർക്ക് ഇപ്പം നമ്മളാൽ കഴിയുന്ന ഒരു സഹായം അമ്മമാർക്ക് കൊടുക്കുകയാണെങ്കിൽ, നൽകുകയാണെങ്കിൽ അത് അവർക്ക് ഏറ്റവും വലിയ ജീവിതത്തിൽ, കാരണം അവർക്ക് വേറെ ഒന്നുമില്ല. ഈ ജലീൽക്ക അവരെ ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷങ്ങളായിട്ട് നടന്നു ഓരോ വാടക വീടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതെന്ന് നിങ്ങളുടെ മുന്നിൽ വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കരീമാണ് ഒറ്റപ്പാലം. ഇതെൻ്റെ സുഹൃത്താണ് ജലീൽ. ഈ സ്ഥാപനത്തിൻ്റെ മലബാർ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ ചെയർമാനാണ്. ഇവിടുത്തെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലവും
ഒരു വീടും വെക്കുന്നതിന് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി കുറച്ച് പൈസേൻ്റെ ഷോർട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഷജീറും മറ്റുള്ള എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളാൽ കഴിയുന്ന സഹായം 100 രൂപയെങ്കിലും ഒരു വ്യക്തി ചെയ്തുകൊണ്ട്, ഇനി സഹായിക്കാൻ വഴിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് എൻ്റെ കൂടപ്പറപ്പിനെ ഒന്ന് സഹായിക്കണമെന്ന് വിനയത്തോട് അറിയിക്കുകയാണ്. ആരോരുമില്ലാത്ത മരണം വരെ ഈ ജലീലിൻ്റെ സ്ഥാപനത്തിൽ കഴിയേണ്ട കുറേ അമ്മമാരാണ് നമ്മുടെ കൂടെയുള്ളത്. അവർക്ക് മരണം വരെ താമസിക്കാനുള്ള ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ആ സ്ഥലം വാങ്ങുന്നതിലേക്ക് രജിസ്ട്രേഷൻ ആവശ്യമായ സഹായം ആവശ്യപ്പെട്ട് ഞങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ഉമ്മയെ സ്നേഹിക്കുന്നവരാണ്, അമ്മയെ സ്നേഹിക്കുന്നവരാണ്. പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് നൽകിക്കൊണ്ട് വളരെ പെട്ടെന്ന് ഈ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി മരണം വരെ താമസിക്കാനുള്ള ഒരു വീട്ടിലേക്ക് ഇവരെ പറഞ്ഞയക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ തുകയാണെങ്കിൽ പോലും നൽകിയിട്ട് ഒരു ദിവസത്തെ നിങ്ങളുടെ ഏറ്റവും ചെറിയ സഹായം എന്താണോ അത് നൽകിക്കൊണ്ട് ഇവരോട് സഹകരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. ഇവിടെ ഷജീർ ഭായും മറ്റുള്ളവരെല്ലാവരും പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ഞാൻ ഈ മലബാർ റിഹാബിലിറ്റേഷൻ സെൻട്രൽ കമ്മിറ്റി ഭാരവാഹിയാണ്. വളരെ ദയനീയാവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടും സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളാൽ കഴിയുന്ന സഹായം നിങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.